ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് കിഫായ കേക്കാണ്. ട്രെൻഡ് ആവുന്ന കിഫായ കേക്ക്. അപ്പൊ ഇതിന് നമുക്ക് ബേസ് ആയിട്ട് ആവശ്യമുള്ള കേക്കാണ് പിസ്താഷ്യോ കേക്കാണ്. ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെയ്യണ റെസിപ്പി ഞാനും അമ്മയും കൂടിയിട്ടാണ് ചെയ്യണത്. ഞാൻ ജനിച്ച് കൂടിയിട്ടല്ല. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനും അമ്മയും കൂടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മളിന്ന് കിഫായ കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ട്രെൻഡ് ചെയ്യുന്ന ഒരു കേക്കാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ട്രെൻഡാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. 2 പിസ്താഷ്യോ കേക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കേക്ക്. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു മാംഗോ അടിച്ചെടുത്തതാണ്. പിന്നെ റോസ് സിറപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമലി കിഫായ കേക്കിലെ പിസ്താഷ്യോ കേക്ക് ബേസ് ആയിട്ട് വരും. അതിനിടയിൽ ലെയറായിട്ട് മാംഗോയും സ്ട്രോബെറിയും മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ സിറപ്പായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും പൈനാപ്പിൾ സിറപ്പാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഞങ്ങളുടെ സ്ട്രോബെറിക്ക് പകരം ഡാബറിന്റെ റോസ് സിറപ്പാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 2 കപ്പ് ക്രീം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ 4 ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കേക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ബോർഡിൽ ക്രീം തേച്ചിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് സൈഡിലേക്ക് വന്നിട്ട് ഭാഗമാണ് നമ്മൾ ആദ്യം വെക്കുന്നത്. ഇതിൽ പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ സിറപ്പ് നന്നായി ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ മാംഗോ നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത ലെയർ അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ക്രീം അപ്ലൈ ചെയ്യാം. നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അത് നീങ്ങാൻ കാരണം അടിയിൽ മാംഗോന്റെ ജ്യൂസ് ആയതുകൊണ്ടാണ്. അതൊന്ന് കൈ കൊണ്ട് പിടിച്ചു കൊടുത്തിട്ട് ചെയ്താൽ മതി. അടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നത് റോസ് സിറപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ പേസ്റ്റ് ചേർത്താലും മതി. പിന്നീട് നമ്മൾ വീണ്ടും അടുത്ത ലെയർ വെക്കാം. കുറച്ച് മാംഗോ പേസ്റ്റും കൂടി അപ്ലൈ
ചെയ്യാം. ഈ മാംഗോ പേസ്റ്റ് വേണമെങ്കിൽ ക്രീമിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ കേക്ക് തെന്നി പോവില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമല്ലോ. ലാസ്റ്റ് ലെയർ നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയറിൻ്റെ മുകളിൽ കൂടി സിറപ്പ് നന്നായിട്ട് വെച്ച് കൊടുക്കണം. സൈഡിൽ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ക്രംബിൾ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വന്നിട്ട് വെക്കാം. നമുക്ക് ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. 250 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ 250 ml തിക്ക് ക്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡബിൾ ബോയിൽ മെത്തേഡ് വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിൽ അടിയിൽ വെള്ളം ചൂടാക്കുന്നുണ്ട്. മുകളിലൊരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിൽ ക്രീം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ക്രീം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാം. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചോക്ലേറ്റ് മുഴുവൻ മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിൽ ജെലാറ്റിനൊന്നും ചേർത്തിട്ടില്ല. വെറും ക്രീമും വൈറ്റ് ചോക്ലേറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അരമണിക്കൂർ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. ഇത് നന്നായി ഫ്രീസ് ചെയ്തെടുക്കണം ഇനി. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗ്ലേസ് ഒഴിക്കുമ്പോൾ നന്നായി പിടിക്കുള്ളൂ. നമ്മുടെ വൈറ്റ്
വൈറ്റ് ചോക്ലേറ്റ് ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്യാം. നമുക്കിനി ഈ ഗ്ലേസ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബോർഡ് തനി കറക്റ്റ് ആയിട്ട് റൗണ്ട് ബോർഡ് ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു. പക്ഷെ ഇത് വലിയ സ്ക്വയർ ബോർഡായി. അതുകൊണ്ട് കേക്കിൽ നിന്നൊക്കെ കുറച്ചൊക്കെ പുറത്തേക്ക് പോകും. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും വൈറ്റ് ചോക്ലേറ്റ് കോയിൻസും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ജെനീറ്റയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ജെനീറ്റ എന്ന് കൂടി എഴുതാം. ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 ലെയറായിട്ടാണ് വരുന്നത്. 2 ലെയറിൽ മാംഗോയും 1 ലെയറിൽ റോസ് സിറപ്പുമാണ് വരുന്നത്. ഒരു വെറൈറ്റി കേക്കാണ്. എല്ലാവരും അപ്പോൾ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.